ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിന്റെ ഒരു വലിയ കാലഘട്ടം മുഴുവൻ നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു ട്രോമയിലേക്ക് തള്ളിവിട്ടിട്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? വീട്ടുജോലികൾ ആണുങ്ങൾ ചെയ്യുന്നത് ഒരു കുറച്ചിലായിട്ട് കാണുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീധനം കാരണം എത്ര പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകളെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ആളുകൾ അത് വകവെക്കാതെ പിന്നെയും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്സ് സ്ഫിയറിൽ എത്രത്തോളം ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ നേതൃത്വ നിരയിലേക്ക് സ്ത്രീകൾക്ക് എത്രത്തോളം കടന്നു വരാൻ സാധിക്കുന്നു? ആസ് എ വുമൺ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ബെയർ മിനിമം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു അബ്യൂസ് നേരിടുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ആ ഒരു സമയത്ത് അവളൊപ്പം നിൽക്കാൻ, ഇപ്പോൾ അവൾ വെർബലി അവൾ ഒരാളോട് ആവശ്യപ്പെടുകയാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവൾ ഡേഞ്ചറിലാണെന്ന് മനസ്സിലാക്കുന്ന ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ അതൊന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ, ആ ഒരു കാര്യത്തിൽ ഇടപെടാനുള്ളൊരു ബേസിക് മര്യാദ പലപ്പോഴും സമൂഹത്തിലുള്ള പല ആൾക്കാർക്കും, അതിപ്പോൾ ഇന്ന ജനറേഷൻ എന്നല്ല പല ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്ക് അത് നഷ്ടപ്പെടുന്നുണ്ടെന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറണം എന്നാണ്, ആ ഒരു അധപതനത്തിലേക്ക് പോകരുതെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. നമ്മൾ കാണാം ഇന്നത്തെ കാലത്ത് സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ കൂടിയിട്ടുണ്ടെങ്കിലും ഒരു ജെൻഡർ ഡിസ്പാരിറ്റി കുറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്സ് സ്ഫിയറിൽ എത്രത്തോളം ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ നേതൃത്വ നിരയിലേക്ക് സ്ത്രീകൾക്ക് എത്രത്തോളം കടന്നു വരാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ കാലത്ത് എത്രത്തോളം പ്രായോഗികമാകണം എന്നുള്ളത് ഒരു ആവശ്യം തന്നെയാണ്. ഒരു നേരം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ ഭയങ്കര പേടിയാണ്, നല്ല ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ അതുപോലെ തന്നെ മറ്റൊരു ഭയങ്കര ഭയപ്പെടുത്തുന്ന കാര്യമായിട്ട് മാറിയേക്കാണ് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ. ഒട്ടും സേഫ് അല്ലാതെ ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് എൻ്റെ നാട്ടിലേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് ബസ്സിൽ നിന്ന് ഭയങ്കര മോശമായിട്ടുള്ള അനുഭവം നേരിടേണ്ടി വന്നു. എനിക്ക് ആ സമയത്ത് പ്രതികരിക്കാനോ ഒന്നും കഴിഞ്ഞില്ല, പക്ഷെ അതിൽ നിന്ന് ഇതുവരെ റിക്കവർ ചെയ്യാനായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിന്റെ ഒരു വലിയ കാലഘട്ടം മുഴുവൻ നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു ട്രോമയിലേക്ക് തള്ളിവിട്ടിട്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് സംശയം വരുന്നൊരു കാര്യമാണ്. നിങ്ങൾ എന്താണ് ഇതിൽ കൂടെ നേടുന്നത്? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളോടൊപ്പം പിന്നെ മുന്നോട്ടുള്ള ജീവിതം പോകുന്നത്? നിങ്ങളുടെ ഒപ്പം എങ്ങനെയാണ് അവർ തന്നെ ഇരിക്കുന്നത്? സ്ത്രീകൾ സമൂഹത്തിൽ നേരിടുന്ന പോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ അനുഭവിക്കുന്നതും. ഇപ്പോൾ ഒരു സ്ത്രീ സമൂഹത്തിൽ വളരുന്നില്ല എന്നതിന് ഏറ്റവും ഇതായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് മെജോറിറ്റി നമ്മളെ വീട്ടിൽ നിന്നുള്ള ഒരു കൂടി പ്രഷറും കൂടി ഉണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോൾ സമൂഹം എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും നമ്മളെ വീടുകളിൽ ഇന്നും പെൺകുട്ടികളാണെങ്കിലും കുറേ റെസ്ട്രിക്ഷൻസ് അനുഭവിക്കുന്നുണ്ട്. ഭൂരിഭാഗം ജോലികളും സ്ത്രീകളാണ് ചെയ്യുക. ഇപ്പോൾ അൺപെയ്ഡ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കുക്കിംഗ് എന്നൊരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ വെൻ ഇറ്റ് ബിക്കംസ് അൺപെയ്ഡ്, അതായത് വീട്ടിലെ കുക്കിംഗ് ആകുമ്പോഴത്തേക്കും സ്ത്രീകളായിരിക്കും ഭൂരിഭാഗവും ചെയ്യുക. പക്ഷേ അതൊരു പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആകുമ്പം ഷെഫ്സ് കൂടുതൽ മെയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീട്ടുജോലികൾ ആണുങ്ങൾ ചെയ്യുന്നത് ഒരു കുറച്ചിലായിട്ട് കാണുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മാറേണ്ടിയിരിക്കുന്നു. ഒരു സൊസൈറ്റി എന്ന് പറയുകയാണെങ്കിൽ ഈ കൊച്ചിയിൽ അല്ലെ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഭയമില്ലാതെ നടക്കാൻ കഴിയണം. ഏത് സമയമാണെങ്കിലും, രാത്രി ആവട്ടെ പകലാവട്ടെ, ഏത് സമയമാവട്ടെ. ഇപ്പൊ അറബ് കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താണ് സ്ത്രീകളൊക്കെ എത്ര സ്വാതന്ത്ര്യത്തോടെയാണ് നടക്കണം. അവർക്ക് ഉള്ളിൽ തന്നെ ഒരു ഭയം ഉണ്ടാവില്ല, അയ്യോ ആരെങ്കിലും നോക്കുന്നുണ്ടോ, ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒന്നുമില്ല. എന്താണ് അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം? ഇവിടുത്തെ ആൾക്കാരാണോ അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങളാണോ? എന്താണ് മാറ്റം വരേണ്ടത്? അപ്പോൾ ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ന്യൂസാണ്. വിഡോ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു യാത്ര പോയതിനെ പറ്റി പരാമർശിക്കുന്ന, സ്ത്രീയെ ഭയങ്കര മോശമായിട്ട് പരാമർശിക്കുന്ന കുറേ അധികം വാർത്തകൾ. ഒരു ഉസ്താദ് ഒരു പൊതു സദസ്സിൽ നിന്നിട്ട് പറയുകയാണ് ഭർത്താവ് മരിച്ച സ്ത്രീകൾ ദിക്റ് ചൊല്ലിയ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കണം എന്നുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ കുറേ അധികം ഇപ്പൊ ഭാര്യ മരിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ കുറേ അധികം യാത്ര പോകാറുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ജീവിതം ഇത്തിരി ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് ഇത്രയധികം രോഷം കൊള്ളുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത് ബാക്കിയുള്ളവര്? സ്പീക്ക് ഫോർ യുവർ സെൽഫ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലമായിക്കോട്ടെ, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പോയ സ്ഥലമായിക്കോട്ടെ, പബ്ലിക് പ്ലേസ് ആയിക്കോട്ടെ, ഏത് സ്ഥലമായാലും നിങ്ങൾക്ക് സേഫ് അല്ല എന്ന് തോന്നുന്ന ഏത് സ്ഥലത്തും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് എതിരെ വരുന്ന എല്ലാ അതിക്രമങ്ങൾക്കെതിരെയും നിങ്ങൾ തന്നെ സംസാരിക്കേണ്ടതാണ്. ബി ബോൾഡ്. സോ നമ്മളിപ്പോൾ വുമൻസ് ഡേയുടെ ഒരു സെലിബ്രേഷൻ്റെ ഇതിൽ എനിക്ക് ആസ് എ വുമൻ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇസ് മേക്കിംഗ് എ സേഫ് സ്പേസ് ഫോർ എവ്രി വൺ, നോട്ട് ഓൺലി ഫോർ വുമൻ. ഒരു മെയിലിനാണെങ്കിലും ഇപ്പോൾ
എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു സേഫ് സ്പേസ് ഉണ്ടാക്കുക. നമ്മൾ വുമണിന് വേണ്ടി മാത്രം എന്നല്ലാതെ നമ്മളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും എന്ത് കാര്യം ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാനും. ബിക്കോസ് ഇപ്പോൾ വി ആർ ഫേസിങ് എ സൊസൈറ്റി ഹൂ ഈസ് ആക്ച്വലി ഗോയിങ് ത്രൂ ഡിപ്രഷൻ. അത് ഒരു ജെൻഡറിന് വേണ്ടി മാത്രമല്ല. സോ അതുകൊണ്ട് എല്ലാവർക്കും സമാധാനമായി തുറന്ന് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കാം. ദാറ്റ് ഈസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഡു ആസ് എ വുമൻ ടു ദ സൊസൈറ്റി. ഈ വുമൻസ് ഡേയിൽ എനിക്ക് ഓർമ്മ വരുന്നത് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കോട്ടാണ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ മാൻ യു എഡ്യൂക്കേറ്റ് ആൻ ഇൻഡിവിജ്വൽ, ബട്ട് ഇഫ് യു എഡ്യൂക്കേറ്റ് എ വുമൺ യു എഡ്യൂക്കേറ്റ് ആൻ ഹോൾ ഫാമിലി. ഒരു പെൺകുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ഒരു പുതിയ തലമുറയ്ക്ക്, ഒരു പുതിയ സമൂഹത്തിന് വളർച്ചയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടത് അത്യാവശ്യമാണ്. വീട്ടമ്മമാർ വീട്ടിൽ മാത്രം ഒതുങ്ങാതെ കുറച്ചുകൂടി അവർ യാത്ര ചെയ്യുക, അവരുടെ സന്തോഷം കണ്ടെത്തുക. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കുക, തുണി അലക്കുക, തുടയ്ക്കുക, അങ്ങനെ മാത്രം ചെയ്യാതെ അവർ കുറച്ചുകൂടി സന്തോഷം കണ്ടെത്തുക. ഇപ്പോൾ ജോലി ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഇല്ല എന്നല്ല, കുറച്ചുകൂടി യാത്ര ചെയ്യുക. നമ്മുടെ സമൂഹത്തിൽ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ആചാരം അല്ലെങ്കിൽ സമ്പ്രദായമാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. അത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണെന്നുള്ള നിയമം നിലവിലുള്ളപ്പോൾ തന്നെയാണ് ഇത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീധനം കാരണം എത്ര പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകളെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ആളുകൾ അത് വകവെക്കാതെ പിന്നെയും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് ഒരു നിയമം വന്ന് ഇത് എന്നേക്കുമായിട്ട് നിർത്തലാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴും സമൂഹത്തിൽ മാറാത്തൊരു കാര്യമാണ് അശുദ്ധി എന്ന് പറയുന്നത്. ഇപ്പോഴും പല വീടുകളിലും കാണാറുണ്ട് സ്ത്രീകളെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ടാണ് ഈ ഒരു പീരീഡ്സ് ടൈമിൽ നമ്മൾ കാണുന്നത്. പിന്നെ ഈ ഒരു ടൈമിൽ വേണ്ട അത്യാവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഒന്നുകിൽ മെൻസ്ട്രൽ കപ്പ് അല്ലെങ്കിൽ സാനിറ്ററി പാഡ്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് ഇപ്പോൾ എല്ലാവർക്കും കംഫർട്ട് ആയിരിക്കത്തില്ല യൂസ് ചെയ്യാൻ. അപ്പോൾ അധികം ആൾക്കാരും നാപ്കിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പലർക്കും ആ ഒരു വില അഫോർഡബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അതൊന്ന് സൗജന്യമായിട്ട് കൊടുത്താൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ഉപകാരമാവും. നമ്മൾ വിമൻ സ്ട്രെങ്തനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, യൂഷ്വലി അത് പുറത്താണ് ഒരുപാട് നടക്കുന്നത്, വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കളറിൻ്റെ ബേസിൽ ആ കൊലപാതകം നടന്നതും അങ്ങനെ റൂൾസ് കുറച്ചും കൂടി സ്ട്രെങ്തൻ ആവണം എന്നെൻ്റെ ഒരു അഭിപ്രായമുണ്ട്. ഒരു സ്ത്രീ ആസ് എ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തെ വേറൊരാൾ ജഡ്ജ് ചെയ്യാതെ നമ്മൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഏത് കാര്യം, ഈവൻ ഡ്രസ്സിങ് ആണെങ്കിൽ പോലും നമ്മളൊരു പൊതുസ്ഥലത്ത് നടക്കുകയാണെങ്കിൽ പോലും നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ നമുക്കറിയാം റീസെൻ്റ് ആയിട്ടുള്ള ബോച്ചിയുടെ കേസ് വരെ ഈവൻ ഒരു ഡ്രസ്സിങ്ങിനാണ് ജഡ്ജ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം, നന്നായി ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാർ ആരും ഇവിടെ തെറ്റ് ചെയ്യാത്തവരായിട്ട് അങ്ങനെ അത്ര മാന്യന്മാരൊന്നും അല്ല. ഇതിലൂടെ ജഡ്ജ് ചെയ്യാണ്, എല്ലാം ജഡ്ജിങ് ആണ്. ഏത് കാര്യത്തിനാണ്, ഡ്രസ്സിങ് എന്നല്ല, ഏത് കാര്യത്തിലും നമ്മൾ ജഡ്ജ് ചെയ്തിട്ടാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജഡ്ജ് ചെയ്തിട്ട് അവളൊരു സ്ത്രീയാണ് അപ്പോൾ അവൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു രീതിയിൽ വരുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഈ സൊസൈറ്റിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത്.